ഹലോ മക്കളെ, അപ്പോൾ മിസ്സിൻ്റെ മക്കളെല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞല്ലേ, SSLC എക്സാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സമാധാനത്തോടെ ചില്ല് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഇനി എന്താണ് അടുത്തതെന്ന് ചോദിക്കുമ്പം അതിനൊരു പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണല്ലേ. എന്തായാലും നമ്മളെല്ലാവരും +1 പോകുന്നത്, അല്ലെ +1 +2 എന്തായാലും പഠിക്കണം അല്ലേ. ഹയർ സെക്കൻഡറിയിലേക്ക് പോവാണ്. ഹൈസ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോവാണ്, ഹയർ സെക്കൻഡറിയിലെ കുട്ടികളാവാൻ പോവാണ്. അപ്പോൾ അങ്ങനെ +1 പോകുമ്പം എന്താണ് വ്യത്യാസം? +1 ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അതിൻ്റെ കണ്ടൻറ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസം ഉണ്ടോ? എങ്ങനെയാണ് പഠിക്കേണ്ട രീതി? നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച അതേ രീതിയിലാണോ ഇനി +1 പഠിക്കേണ്ടത്? അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് എല്ലാം തന്നെ മിസ് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്രയും കാലം അതായത് 10ാം ക്ലാസ് വരെ പഠിച്ചത് SCERT ആണ്. നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ SCERT ആണ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതായത് SCERT ഒരു ബോർഡാണ്, ഇവരുടെയാണ് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ സ്റ്റേറ്റിലുള്ള ടീച്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ വേറെ വേറെ ആയിരിക്കും. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ബോർഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി +1 +2 വരുന്ന സമയത്ത് നിങ്ങളുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം തന്നെ NCERT മാറുകയാണ്. അതായത് നാഷണൽ കൗൺസിലാണ്. ഓക്കെ, നാഷണൽ കൗൺസിലിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ CBSE. അപ്പോൾ CBSEയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി NCERTയുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും അവരുടെ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ഒക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ +1 +2 വരുമ്പോൾ എൻ്റെ മക്കളെല്ലാവരും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ള എല്ലാവരും തന്നെ SCERTയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോവുകയാണ്? NCERTയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻറ്റ് കുറച്ചധികം ഉണ്ട്. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 10ാം ക്ലാസ് വരെ. അത് നിങ്ങൾക്ക് എപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ +1 ഒന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പറയും, അയ്യോ എത്ര സിമ്പിളായിരുന്നു 10ാം ക്ലാസ് എന്ന് പറയും. കാരണം ചാപ്റ്റേഴ്സിൻ്റെ എണ്ണത്തിലായാലും അതിൻ്റെ ഉള്ള കണ്ടൻറ്റിലായാലും കുറച്ചധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ ആദ്യം എൻ്റെ മക്കൾ ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. നമ്മളുടെ കുറച്ചൊരു കടുപ്പം ഉണ്ടാകും ടെക്സ്റ്റ് ബുക്ക്. കാരണം നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരുന്നത് വളരെ ഒരേ രീതിയിലുള്ളതും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ NCERTയിലേക്ക് വരുമ്പോൾ അതിലൊരു ചെറിയ മാറ്റം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളല്ലല്ലോ ആദ്യമായിട്ട് NCERT പഠിക്കാൻ പോകുന്ന ആൾക്കാർ. നിങ്ങളെക്കാളും മുമ്പിൽ നിങ്ങളുടെ സീനിയേഴ്സ് ഒരുപാട് പേര്, മിസ് അടക്കം ഞങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഏത് ബുക്സാണ് അപ്പം ടഫാണോ? അങ്ങനെയാണെങ്കിൽ ഏത് ബുക്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യേണ്ടത്? വേറെ ഏതെങ്കിലും ബുക്സ് പഠിക്കണോ? അപ്പോൾ അവിടെ എൻ്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഇതായിരിക്കണം നിങ്ങളുടെ വേദപുസ്തകം, നിങ്ങളുടെ ബൈബിളോ ഖുറാനോ ഭഗവത്ഗീത എന്തും ആയിക്കോട്ടെ, ഇതായിരിക്കണം നിങ്ങളുടെ മെയിൻ. ഇത് വെച്ചിട്ടില്ലാത്തൊരു കളിയില്ല. ഇത് മാറ്റി വെച്ച് നിർത്തിയിട്ട് എൻ്റെ മക്കൾ വേറെ ഏതൊക്കെ ബുക്സ് പഠിച്ചാലും കംപ്ലീറ്റ് ആവില്ല. കാരണം NCERT ആണ് നമ്മളുടെ മെയിൻ. ഈ NCERTയുടെ ബേസിലാണ് നിങ്ങളുടെ പബ്ലിക് എക്സാം. NCERT എന്നുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ +1 +2 എക്സാമിന് ചോദിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നീറ്റ് കീം പോലത്തെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ NCERT എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇതായിരിക്കണം നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ബുക്സ്. ഇൻ അഡീഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചിലപ്പം മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ അതിൻ്റെ സഹായത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഫറൻസ് ബുക്സ് എടുക്കാം, വേറെ ഏതെങ്കിലും ഒരുപാട് ബുക്സൊക്കെ എടുക്കാം. ഓക്കെ, പക്ഷേ നമ്മുടെ മെയിൻ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് NCERT ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ മിസ് ആദ്യമേ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്സ് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെയാണ് പഠിച്ചു പോകേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നുള്ള ക്ലാസ്സുകൾ മാത്രം വേണമെന്നില്ല. നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇപ്പോൾ എക്സാമിനറിൻ്റെ കൂടെയാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനൊന്നും വേണ്ട. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആക്കി പഠിപ്പിച്ച് തരും. അപ്പോൾ പിന്നെ ഈ ടെൻഷൻസും കാര്യമൊന്നും വേണ്ട കേട്ടോ. അതല്ലാതെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളുടെ കാര്യമാണ് മിസ് പറയണത്. നിങ്ങൾ സെൽഫായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCERT മെയിനായിട്ട് നോക്കുക. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഈ നോട്ട്സിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം ഞാൻ SSLC ഒക്കെ പഠിച്ചിട്ടുള്ള മിസ് എക്സാമിൻ്റെ ടൈമിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഈസി ആയിട്ട് എഴുതി. പക്ഷെ അങ്ങനെ ഇത് എഴുതാൻ പറ്റില്ല മക്കളെ, കാരണം അത്ര അധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ തുടക്കം മുതൽ തന്നെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ എന്ത് ചെയ്യുക? നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം സെൽഫ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് കണ്ടിട്ടുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ളതാണെങ്കിലോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പിന്നെ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം നമ്മളുടെ +1 +2 ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആ പാറ്റേൺ, ആ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ അവിടെ നിന്ന് എന്തായാലും ആയിരിക്കും ആ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, മിസ് തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് NCERTയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ, പുതിയ ടെക്സ്റ്റ് ബുക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ NCERTയുടെ സൈറ്റിൽ പോവാം. ഓക്കെ, NCERTയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും വേണ്ട, അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ examiner.com പോയി കഴിഞ്ഞാൽ നമ്മളുടെ +1ൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് 2023-24 ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഏറ്റവും പേജിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഇയർ ഉണ്ടാവും, 23-24 തന്നെ ആയിരിക്കണം നിങ്ങൾ എടുക്കുന്ന ഇയർ. ഓക്കെ, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്. ഒരു കാരണവശാലും പഴയ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കുകയോ പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയോ ചെയ്യരുത് മക്കളെ. ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഒരു പൈസയും കൊടുക്കാണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വാങ്ങിക്കുകയാണെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക. അപ്പോൾ അതനുസരിച്ച് തന്നെ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകാൻ. പിന്നെ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും, അപ്പം മിസ് ഇത് ഞങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ, സെൽഫായിട്ട് പഠിക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും സെൽഫ് സ്റ്റഡി ചെയ്ത് +1 മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ മിസ് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ആ ഒരു ട്രാക്കിൽ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ടൈം ഇനി നമ്മളുടെ മുന്നിൽ +1ന് വേണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം ഒരു അസിസ്റ്റൻസ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ്ങിന് പോവാം. കോച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ട്യൂഷന് പോവാം. അതിപ്പം എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ട്യൂഷൻ സെൻറ്റേഴ്സിൽ പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ, NCERTയുടെ കാര്യത്തിലൊന്നും യാതൊരു ഡൗട്ടും വേണ്ടി വരില്ല. ഇപ്പോൾ നിങ്ങളുടെ ചോയ്സ് എക്സാമിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. കാരണം May 7th നമ്മളുടെ ഫസ്റ്റ് അഗ്നി ബാച്ച്, May 7th നമ്മളുടെ ഫസ്റ്റ് അഗ്നി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാകും, ഓൾറെഡി നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങളെ നമ്മുടെ 10ാം ക്ലാസ് പഠിപ്പിച്ച് ഫുൾ A+ എന്ന് പറയുന്ന നമ്മുടെ കുട്ടികളുടെ ഡ്രീമിലേക്ക് എത്തിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, പക്ഷേ എനിക്ക് ഉറപ്പാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലെവലിൽ എത്രയോ പടി മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് മിസ്സിന് ഉറപ്പാണ്. യെസ്, അപ്പം നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. May 7th നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടാകും. പ്യോർലി NCERT ബേസ്ഡ് ആയിട്ടുള്ള NCERTയുടെ ഓരോ ലൈൻസും വെച്ചിട്ട്, എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് എടുത്ത് പഠിപ്പിക്കുകയല്ല. നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ആണെന്ന് എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല, ഒരു ടെൻഷനും വേണ്ട, ഞങ്ങൾ ഏറ്റവും ഓക്കെ. അങ്ങനെ എൻ്റെ മക്കൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നോട്ട്സ് എഴുതാൻ മടിയുള്ളവരാണെങ്കിൽ ഞങ്ങൾ എഴുതിയിട്ടുള്ള നമ്മൾ NCERT ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും എൻ്റെ മക്കൾക്ക് PDF ആയിട്ട് കിട്ടുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ മിസ്സാണ് ബയോളജിന്, മിസ് സൊല്യൂഷൻ അടക്കം ഇങ്ങനെ ചെയ്ത് ഇതാണ് ആൻസർ എന്ന് പറയുന്നതും അതിൻ്റെ നോട്ട്സും എല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടും. പിന്നെ നമ്മളുടെ എക്സാമിനുണ്ട്. അപ്പം മിസ് പറഞ്ഞു NCERTക്ക് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ റെഫറൻസിന് വേണമെന്നുണ്ടെങ്കിൽ എക്സാമിനറിൻ്റെ തന്നെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളും ഈ ബുക്ക് സെറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതിന് ഇപ്പം ആകെ എത്രയാണ് വരുന്നതെന്ന് അറിയാമല്ലോ മക്കളെ. ഇപ്പം നമുക്ക് 4000 rupees മാത്രമേ ഉള്ളൂ നമ്മളുടെ അഗ്നി ബാച്ചിന്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, 7592092021 May 7th ഫസ്റ്റ് ബാച്ച്. അപ്പോൾ അതല്ല ഒറ്റയ്ക്കാണ് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ റെഗുലറായിട്ട് പ്രിപ്പയർ ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക, എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോവുക. NCERT മെയിനായിട്ട് കൺസിഡർ ചെയ്യുക. ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നമ്മളുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഒന്നെങ്കിൽ examiner.com സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ NCERTയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും NCERT നമ്മളുടെ എക്സാമിനറിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് മെസ്സേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞ് ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. യെസ്, ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ ടാറ്റ, ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മിസ് വരാം.